കൂട്ടത്ത് പ്രവാചകനോടുള്ള മഹബത്ത് നിസ്സാരമായിരുന്നില്ല. അവർക്ക് സ്വന്തം പിതാവിനേക്കാൾ മാതാവിനേക്കാൾ അള്ളാഹുവിന്റെ ഹബീബിനോടായിരുന്നു സ്നേഹം. ആ സ്നേഹം പ്രകടിപ്പിച്ചത് ഒരു രംഗം ഞാൻ പറയാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായിരിക്കുന്ന മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹാ, ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നു. മക്ക വിട്ട് റസൂലുള്ളാഹികൾ മദീന പോയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വന്നു. ആരെ ഒഴിവാക്കി? പിതാവിനെയും മാതാവിനെയും കുടുംബത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ പുറപ്പെട്ടു. മദീനയിൽ വന്നിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബാന്റെ പിതാവായിരിക്കുന്ന അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആകിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഞാൻ അബൂ സുഫിയാൻ മുസ്ലിമാകാൻ കുറെ വൈകി. ഞാൻ ആ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയാണ് ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ട സ്നേഹത്തിന്റെ ഒരു വലിപ്പം സ്വഹാബികൾ കാണിച്ചു തന്നൊരു മാതൃക ഞാൻ പഠിപ്പിക്കാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായിരിക്കുന്ന ഉമ്മു ഹബീബ അന്ന് അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല. ശത്രുക്കൾക്കുള്ള നേതാവാണെന്ന ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഹുദൈബിയ സന്ധിയിലെ ഒരു കരാർ, ഈ കരാറിൽ ഒരുപാട് കരാറുകൾ എഴുതി വച്ചിരിക്കുന്ന ഹുദൈബിയ സന്ധിയിലെ കരാറൊന്ന് പുതുക്കി എഴുതണമെന്ന് വിചാരിച്ചുകൊണ്ട് ഖുറൈശികൾക്കുള്ള നേതാവായിരിക്കുന്ന അബൂ സുഫിയാൻ ഒരു ദിവസം 450 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് ആ ഹുദൈബിയ സന്ധിയിൽ എഴുതി വെച്ച കരാറുകളൊക്കെ ഒന്ന് തിരുത്തി എഴുതണമെന്ന് തീരുമാനിച്ചു കൊണ്ട് വന്നതാണ് ആര്? അബൂ സുഫിയാൻ. എവിടേക്ക്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാടായിരിക്കുന്ന മദീനയിൽ വന്നപ്പോ അബൂ സുഫിയാൻ ചോദിച്ചു, മദീനയിൽ വെച്ചുകൊണ്ട് എവിടെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? അപ്പൊ മദീനയിലുള്ള സ്വഹാബത്ത് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഇല്ലല്ലോ, അള്ളാന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പോയിട്ടുണ്ട്, റസൂല് യാത്രയിലാണ്, ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 450 കിലോമീറ്റർ യാത്ര ചെയ്ത് അബൂ സുഫിയാൻ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിയാതെ വിഷമത്തോടെ തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അബൂ സുഫിയാൻ ഒരു പിതാവാണല്ലോ, ഉമ്മു ഹബീബാന്റെ ബാപ്പയായിരിക്കും അബൂ സുഫിയാൻ കരുതി, എന്റെ പൊന്നുമോളുണ്ടല്ലോ മദീനയിൽ, എന്റെ പൊന്നുമോള് മുസ്ലിമാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, എന്റെ എതിരാണ്, എന്നെ ഒഴിവാക്കി മക്ക വിട്ട് മദീന വന്ന പെണ്ണാണെങ്കിലും എന്റെ മോളെന്നല്ലേ, കുറെ കാലായില്ലേ മോളെ കണ്ടിട്ട്, ആ പൊന്നുമോളൊന്ന് കണ്ടിട്ട് ഏതായാലും പോകാം, മോളെ വർത്തമാന ബുക്കൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി അബൂ സുഫിയാൻ പൊന്നുമോളെ വീട്ടിലേക്ക് മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബാനെ കാണാൻ വേണ്ടി വരികയാണ്. ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹനെ കാണാൻ വേണ്ടി അബൂ സുഫിയാൻ ബാപ്പ വരുന്നു. ആരെ വീട്ടിലേക്ക്? മോളെ വീട്ടിലേക്ക്. മോള് റസൂലുള്ളാഹിന്റെ ഭാര്യ. 450 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ബാപ്പ മോളെ കാണാൻ വീട്ടിന്റെ മുൻപിലേക്ക് എത്തിയപ്പോ സുബ്ഹാന റബ്ബി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഅ്വാലി മുഖ്തഹിമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായിരിക്കുന്ന ഉമ്മു ഹബീബാനെ കാണാ, ഉമ്മു ഹബീബാന്റെ പിതാവായിരിക്കുന്ന അബൂ സുഫിയാൻ വരുന്നു. സുബ്ഹാന റബ്ബി. ഉമ്മു ഹബീബാന്റെ വീട്ടിന്റെ കതകതാ മുട്ടുകയാ. വീട്ടിന്റെ കതക മുട്ടിയപ്പോ ഉമ്മു ഹബീബ് വീട്ടിന്റെ കതക തുറക്കുന്നു. ആരാണ്? എന്റെ ബാപ്പയാണെന്ന് കണ്ടപ്പോ ബാപ്പാനെ കണ്ട ഉമ്മു ഹബീബദാ സംസാരിക്കുന്നു, ഒരുപാട് വർത്തമാനം പറയുന്നു, ഒരുപാട് സ്നേഹപ്രകടനം കാണിക്കുമ്പോൾ അബൂ സുഫിയാൻ അങ്ങ് ചിന്തിക്കുന്നു, അല്ലാഹ്
450 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. എന്നെ ഒഴിവാക്കിക്കൊണ്ട് എന്റെ ഭാര്യയായിരിക്കുന്ന ഉമ്മു ഹബീബാനെ ഉമ്മാനെ ഒഴിവാക്കിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെട്ട പെണ്ണാണ് ഉമ്മു ഹബീബ. ഇസ്ലാമായി കൊണ്ട് മദീന വന്നിരിക്കുന്ന ഹിജറ വന്ന പെണ്ണാണല്ലോ. ആ ഉമ്മു ഹബീബാനെ കാണാൻ ഞാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അബൂ സുഫിയാനോട് ഉമ്മു ഹബീബ വീട്ടിന്റെ അകത്ത് കയറാ പറഞ്ഞിട്ടില്ല. എന്നോടെന്താ എന്റെ മോള് വീട്ടിൽ കയറാൻ പറയാത്തത്? ബാപ്പ ഇങ്ങനെ ഒന്ന് സംസാരിക്കാണ്, മോള് മുണ്ടുന്നുണ്ട്, വർത്താനം പറഞ്ഞത്, പക്ഷേ ബാപ്പ ഒന്ന് കയറി ഇരിക്കൂ എന്ന് മോള് പറയുന്നില്ല. കുറച്ചേരം ഇങ്ങനെ നിന്നപ്പോ അബൂ സുഫിയാൻ കരുതി എന്നോട് ഇപ്പൊ എന്തിനാ കയറാൻ പറയുന്നത്, അതിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ, എന്റെ മോളെ വീട്ടിലും കയറാനും മോളെ വീട്ടിൽ കയറാപ്പോ ഒരാളെ സമ്മതം കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാന റബ്ബി. ഉമ്മമാരെ ഉപ്പമാരെ മറക്കല്ല ഹബ്ബുർ റസൂൽ. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറയാ. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മ അബൂ സുഫിയാൻ അങ്ങ് ചിന്തിക്കുന്നു, എന്തിനാണ് എന്നോട് കയറാ പറയുന്നത്? എന്റെ മോളെ വീട്ടിൽ കയറാമല്ല എനിക്കെന്ന് കരുതേ. അബൂ സുഫിയാൻ ആ വീട്ടിന്റെ അകത്ത് കയറുമ്പോ ഉമ്മു ഹബീബ തടയുന്നില്ല. വീട്ടിന്റെ അകത്ത് പിതാവ് കയറിയിരിക്കുന്ന പിതാവിനോട് ഉപ്പാ നിങ്ങളൊന്ന് ഇരിക്കൂകെന്ന് ഉമ്മു ഹബീബ പറയുന്നില്ല. നിങ്ങളൊന്ന് ഇരിക്കൂകെന്ന് പറയുന്നില്ല. അബൂ സുഫിയാനോട് ഇരിക്കാൻ വേണ്ടി പറയുന്നില്ല ആര്? ഉമ്മു ഹബീബ. അപ്പോഴാണ് ബാപ്പ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തായിരിക്കും എന്റെ പൊന്നുമോള് എന്നോട് കയറാ പറഞ്ഞില്ല, എന്നോട് ഇരിക്കാനും പറഞ്ഞില്ല. അപ്പോഴാണ് പിന്നെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്തിനാണ് എന്നോട് ഇരിക്കാൻ പറയുന്നത്? എന്റെ മോളെ വീട്ടിന്റെ അകത്ത് എനിക്ക് ഇരിക്കാമല്ലോ, എന്റെ പൊന്നുമോളെ വീട്ടിന്റെ അകത്ത് എനിക്ക് ഇരിക്കാമല്ലോ, അത് ഇരിക്കാൻ ഒരാള് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ബാപ്പയായിരിക്കും അബൂ സുഫിയാൻ വീട്ടിന്റെ അകത്ത് ഇരിക്കാ ഒരു ഇരിപ്പിടം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇരിക്കാൻ വേണ്ടി കസേരങ്ങ നോക്കുമ്പോൾ ഉമ്മു ഹബീബാന്റെ വീട്ടിന്റെ ഒരു സ്ഥലത്തതാ നല്ല ഒരു കസേര ഉണ്ട്. ആ കസേരന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു വിരിപ്പും വിരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഒരു വിരിപ്പ് വെച്ച് വിരിച്ചിരിക്കുന്ന നല്ല ഒരു കസേര കണ്ടപ്പോ അബൂ സുഫിയാൻ ചെന്നുകൊണ്ട്, എന്നോട് ഇരിക്കാ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ മോളെ വീട്ടിന്റെ അകത്ത് എനിക്ക് ഇരിക്കാമല്ലോ എന്ന് കരുതേ ആ കസേരന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാനങ്ങ് അബൂ സുഫിയാൻ അങ്ങ് പോകുമ്പോ എന്റെ മുമ്പിനെ മറക്കല്ല. ഈ സമയത്തുണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ ഓടി ചെന്നുകൊണ്ട് ആ ഇരിപ്പിടത്തിന്റെ മുകൾ ഭാഗത്ത് വിരിച്ചു വെച്ചിരിക്കുന്ന വിരിപ്പില്ലയോ, ആ വിരിപ്പ് വലിച്ചെങ്ങെടുക്കുന്നു. ആ വിരിപ്പ് വലിച്ചെങ്ങെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോ ഇത് കണ്ടിരിക്കുന്ന അബൂ സുഫിയാൻ സങ്കടം വരുന്നു, അബൂ സുഫിയാൻ ദേഷ്യം വരുന്നു. അബൂ സുഫിയാൻ അങ്ങ് പറയുന്ന, മോളെ എന്ത് പണിയാണ് എന്റെ പൊന്നുമോള് ചെയ്തിട്ടുള്ളത്? എന്റെ പൊന്നുമോൾ എന്ത് പണിയാ കാണിച്ചിട്ടുള്ളത്? മോളെ ഞാൻ ആരാധനക്കറിയില്ലേ? മക്കയിലെ കോടീശ്വരനാണ്, മക്കയിലെ ഖുറൈശികൾക്കുള്ള നേതാവാണ് പൊന്നുമോളെ ഞാൻ. അങ്ങനെയുള്ള ഞാൻ നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ നീ എന്നോട് കയറാ പറഞ്ഞില്ല, അത് പോകട്ടെ ഞാൻ നിന്റെ വീട്ടിൽ കയറേ. നീ എന്നോട് ഇരിക്കാ പറഞ്ഞില്ല, അതും പോകട്ടെ ഞാൻ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചോ. ഇരിക്കാൻ തീരുമാനിക്കുന്ന സമയം ആ കസേരന്റെ മുകൾ ഭാഗത്ത് നീ വിരിച്ചു വെച്ചിരിക്കുന്ന ആ വിരിപ്പ് നീ വലിച്ചെടുത്തിരിക്കുന്ന മോളെ, നിന്റെ കയ്യിൽ കിടക്കുന്ന വിരിപ്പില്ലയോ, അതിന് 4 ദിർഹംസിന്റെ വില പോലും കിട്ടുകയില്ല. 4 ദിർഹംസിന്റെ വില പോലും ഇല്ലാത്ത വിരിപ്പിന്റെ മുകൾ ഭാഗത്തിരിക്കാ മക്കയിലെ രാജാവായിരിക്കും നിനക്ക് അധികാരമില്ലെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് പൊന്നുമോളോട് അബൂ സുഫിയാൻ ദേഷ്യപ്പെട്ടങ്ങ് പറയുമ്പോ ഹബീബാന്റെ 2 കണ്ണും നിറയുന്നു. 2 കണ്ണും നിറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ നിങ്ങൾക്ക്
അവർക്ക് 4 ദിർഹംസിന് വില ഉണ്ടായിരിക്കില്ല. ഈ വിരിപ്പിനിക്ക് നിങ്ങൾക്ക് 4 ദിർഹംസിന്റെ വില മുഴുവൻ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ വിരിപ്പ് എന്റെ അരികിൽ എനിക്കുള്ള വില എത്രയാണെന്നറിയോ?